എറണാകുളത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. അവിടെ സ്ട്രോങ് റൂം തുറന്നിരിക്കുകയാണ്. സ്ട്രോങ് റൂം തുറന്നു. ആദ്യത്തെ ദൃശ്യങ്ങൾ ന്യൂസ് 18ലൂടെ പ്രേക്ഷകർ കാണുകയാണ്. സ്ട്രോങ് റൂം ഉദ്യോഗസ്ഥർ തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ കൃത്യമായി നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ കാത്തിരിപ്പിന്റെ അവസാനത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു. EVMകൾ സുരക്ഷിതമായി വെച്ചിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ വോട്ടെണ്ണലിന്റെ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. ആ ആവേശത്തിലേക്ക് കേരളം മാറുകയാണ്. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ ഇനി എണ്ണും, പിന്നീട് EVMലേക്ക് വരും. ഏതാണ്ട് 8:45 കൂടി ആദ്യം ഫലസൂചനകൾ വരും. അപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ പ്രക്രിയ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളത്ത് സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുകയാണ്. ഇനി മറ്റിടങ്ങളിലേക്കും വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ സ്ട്രോങ് റൂമുകൾ തുറക്കാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറത്ത് ഇപ്പോൾ CB അനുമോദ് മലപ്പുറത്ത് നിന്നുമുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അനുമോദ്, തുടർന്നോളൂ. തീർച്ചയായും അത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെയും സ്ട്രോങ് റൂമുകൾ തുറക്കാനുള്ള നടപടികൾ തന്നെയാവും പുരോഗമിക്കുക. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പരിശോധനകൾക്ക് ശേഷം കോളേജിലേക്ക്, അതായത് കൗണ്ടിംഗ് സെന്ററിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 6 മണ്ഡലങ്ങളുടെ കൗണ്ടിംഗാണ് മലപ്പുറത്തെ ഗവൺമെൻറ് കോളേജിൽ നടക്കുന്നത്. അത് ഏറനാടുണ്ട്, കൊണ്ടോട്ടിയുണ്ട്, മഞ്ചേരിയുണ്ട്, പെരിന്തൽമണ്ണയും മങ്കടയും മഞ്ചേരിയും, അങ്ങനെ 6 മണ്ഡലങ്ങളാണ് ഇവിടെ എണ്ണുന്നത്. അതുപോലെ തന്നെ 2 മണ്ഡലങ്ങൾ നിലമ്പൂരിലും വണ്ടൂരിലെയും നിലമ്പൂർ ആണ് എണ്ണുന്നത്. വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി എന്നീ മണ്ഡലങ്ങളിൽ തിരൂരങ്ങാടിയിലും, താനൂർ, കോട്ടയ്ക്കൽ, തിരൂർ മണ്ഡലങ്ങളുടെ തിരൂർ പോളിടെക്നിക്കിലും, തവനൂർ, പൊന്നാനി മണ്ഡലങ്ങളുടേത് പൊന്നാനി AV ഹൈസ്കൂളിലുമാണ്. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് ജില്ലയിലെ കാത്തിരിക്കുന്ന ഫലങ്ങൾ, അതായത് ഒരു അട്ടിമറിയും അല്ലെങ്കിൽ UDFനെ വെല്ലുവിളിക്കുന്ന തരത്തിൽ LDFിൻ്റെ ഫലങ്ങൾ ഉണ്ടാകുന്നത് പൊന്നാനിയും തവനൂരുമാകുമെന്ന കണക്കൂട്ടലാണ് പ്രധാനമായിട്ടുമുള്ളത്. ഏറ്റവും ശ്രദ്ധയാകർഷിച്ച മത്സരം നടന്നത് മറ്റൊന്ന് തിരൂരിൽ തന്നെയാണ്. നമുക്കറിയാം, മന്ത്രി V അബ്ദുറഹ്മാന്റെ മണ്ഡലമാറ്റത്തോടെ ശ്രദ്ധേയമായ മണ്ഡലമായി തിരൂർ മാറിയിട്ടുണ്ട്. അവിടെ V അബ്ദുറഹ്മാൻ സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകൾ തന്നെയാകും വിധി നിർണ്ണയിക്കുന്നതിൽ. കാരണം ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വന്ന് UDFനെ അട്ടിമറിച്ച അനുഭവമുള്ള, അല്ലെങ്കിൽ 2 തവണ അത്തരത്തിൽ ചരിത്രം സൃഷ്ടിച്ച വ്യക്തിയാണ് V അബ്ദുറഹ്മാൻ. അദ്ദേഹം ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചിരിക്കുന്നത്. അദ്ദേഹം സ്വന്തം നിലയിൽ നേടുന്ന വോട്ടുകൾ തിരൂരിൽ ഒരുപക്ഷെ 2006 ശേഷം ഒരിക്കൽ കൂടി ഇടതുപക്ഷം വിജയിച്ചു കയറാനുള്ള സാഹചര്യം തീർക്കുന്ന അവസ്ഥയുണ്ടാക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മറ്റ് പ്രധാനപ്പെട്ട മത്സരങ്ങൾ നടന്നത് മങ്കടയും പെരിന്തൽമണ്ണയും വേങ്ങരയിലുമാണ്. വേങ്ങരയിലെ മത്സരമൊക്കെ നമുക്കറിയാം, ഇതുവരെ ഇടതുപക്ഷം കാഴ്ചവെക്കാത്ത തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും പ്രചരണത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടത്. നാടിളക്കിയുള്ള ആഴത്തിലുള്ള പ്രചരണം, അതൊക്കെ